friends, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഐ മേക്കപ്പ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പ്ലസ് നമ്മൾ ഐബ്രോസും കൂടെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ വെറും ഒരു 3 ഷെയ്ഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐസ് വന്നിട്ട് നമുക്കൊന്ന് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പേ എൻ്റെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ലാക്മേൻ്റെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് 2 കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താലും മതി. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ മുകളിൽ ചിലപ്പോൾ നമുക്ക് ഓയിലിൻ്റെ ഒരു കണ്ടൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഐ ഷാഡോസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ജസ്റ്റ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്കത് നന്നായിട്ടിരിക്കും കണ്ണിൻ്റെ മുകളിലൊക്കെ. പിന്നെ കണ്ണിൻ്റെ താഴെയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് സർക്കിൾസോ അങ്ങനെ എന്തെങ്കിലും ഡാർക്ക്നെസ്സൊക്കെ ഉണ്ടെങ്കിൽ കൂടെ തന്നെ അതും ഒന്ന് നമുക്ക് ഹൈഡാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 കണ്ണിൻ്റെ മുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഞാൻ ഓൾറെഡി ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിട്ട് ലൈറ്റായിട്ട് ഫേസിൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിലുള്ള ഈ ഒരു ബ്ലാക്കും അല്ല ആഷും അല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ട്. ഇതിൽ വന്നിട്ട് ഷെയ്ഡിൻ്റെ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒത്തിരി നാളായി ഐബ്രോസ് ഷേപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ത്രെഡ് ചെയ്തിട്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്നും എൻ്റെ ഐബ്രോസ് വലിയ കട്ടിയില്ലാത്തൊരു ഐബ്രോസ് ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഷേപ്പും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐബ്രോയ്ക്ക് ഒരു ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഷേപ്പാണെങ്കിൽ മറ്റൊരു ഐബ്രോയ്ക്ക് അങ്ങനെ പർട്ടിക്കുലർ ഷേപ്പില്ലാത്ത അങ്ങനത്തെ ഒരു ഐബ്രോ ആണ്. അപ്പോൾ എത്ര നന്നായിട്ട് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാലും എനിക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചധികം ഐബ്രോസൊക്കെ തിക്കിലൊന്ന് വളർന്നതിന് ശേഷം ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് കവറപ്പ് ചെയ്യാം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഒത്തിരി നാളായി ഇപ്പോൾ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ട്. പിന്നെ വളരുന്നതിനനുസരിച്ചിട്ട് ഐബ്രോ ത്രെഡ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വളർന്നോട്ടെ, എന്നിട്ട് നന്നായിട്ടൊന്ന് വൃത്തിക്ക് തന്നെ ത്രെഡ് ചെയ്തേക്കാമെന്ന്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ഐബ്രോസിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്നും കൂടെ ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ ഡാർക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്കായിട്ടുള്ള ഐബ്രോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഐബ്രോസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ഇതൊന്ന് ഡാർക്കാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ സെയിം സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ പാലറ്റിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ നമ്മുടെ ഐ ഷാഡോ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ കണ്ണിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ചെറിയ ഒരു സൈസാണെങ്കിലും നമുക്ക് ഇതിൽ ഒരു പാലറ്റിൽ വന്നിട്ട് നമുക്ക് 9 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അത് വന്നിട്ട് നല്ലൊരു വെൽവെറ്റി ഷെയ്ഡ്സ്, അതേപോലെ തന്നെ ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സൊക്കെ ഈ ഒരു പാലറ്റിലുണ്ട്. അതേപോലെ അഫോർഡബിൾ പ്രൈസിന് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പാലറ്റ് വന്നിട്ട്. അപ്പോൾ നല്ല അടിപൊളി സ്വിസ് ബ്യൂട്ടീൻ്റെ അടിപൊളി പാലറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം നമ്മുടെ ലൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡ് വന്നിട്ട് ഞാൻ നമ്മുടെ മറ്റേ കണ്ണിൻ്റെ മുകളിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം വേണമെങ്കിൽ ജസ്റ്റ് ഷേപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പിൽ ജസ്റ്റ് ഇങ്ങനെ വിങ് പോലെ ചെയ്ത് അങ്ങനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐബ്രോസിൻ്റെ ആ ഒരു ടിപ്പില്ലേ അതിൻ്റെ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നേ തന്നെ പറഞ്ഞില്ലേ നമ്മുടെ കണ്ണ് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന വിധത്തിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഞാൻ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഓറഞ്ച് അല്ല, എന്നാലും അതുപോലൊക്കെ ഇരിക്കുന്ന ഒരു ഷെയ്ഡാണിത്. ചെറുതായിട്ടൊരു ഷിമ്മറി ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിട്ട്. ഒത്തിരി ഇല്ല, എന്നാലും ചെറുതായിട്ട്. എന്നിട്ട് ഞാനിത് നമ്മുടെ ആ ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡബിൾ ഷെയ്ഡ് കിട്ടും. അപ്പോൾ നമ്മുടെ കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ബ്രൗൺ പ്ലസ് ഈ ഒരു ഓറഞ്ചിഷ് പോലത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ അത് രണ്ടും കണ്ണിൻ്റെ ഈ ഒരു ഏരിയയിൽ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി ഡാർക്കായിട്ടുള്ള കളറല്ല ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രൗൺ കളറാണെങ്കിലും ലൈറ്റാണ്. ഈ ഒരു ഓറഞ്ച് വന്നിട്ടും നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ്സ് വന്നിട്ട് നമുക്ക് നല്ലൊരു വെൽവെറ്റി റിച്ച് ടെക്സ്ചേഴ്സാണ് തരുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ഫിനിഷും തരുന്നുണ്ട് ഈ ഒരു ഐ ഷാഡോ വന്നിട്ട്. അതിനുശേഷം അതായത് ഈ ഒരു ഐ ഷാഡോ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ തിന്നായിട്ട് ഈ ഒരു ഐലൈനർ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണിൽ. ഒത്തിരി തിക്കായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് പേരിന് ജസ്റ്റ് ഒന്ന് തിന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കണ്ണും എഴുതി കഴിഞ്ഞു. തിക്കായിട്ട് ഞാൻ എഴുതിയിട്ടില്ല, കുറച്ചൊന്ന് തിന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ നമ്മുടെ ഐലൈനേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കണ്ണെഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കുറച്ചൊന്ന് എടുത്തിട്ട് കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഡാർക്കായിട്ടല്ല, ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു സെയിം ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ഐലൈനറിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കൊരു ഷെയ്ഡ്സ് വന്നിട്ട് ഒന്ന് എടുത്ത് കാണിക്കണം. അതായത് നമ്മുടെ ഐസ് വന്നിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഐലൈനറിൻ്റെ കളർ ഒന്ന് ഡിമ്മായി കിട്ടും. ഐ ഷെയ്ഡ്സ് കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുകയും ചെയ്യും. എന്നിട്ട് സെയിം നമ്മുടെ ആ ഒരു ലൈറ്റ് ബ്രൗൺ സെയിം ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് ഒത്തിരി അപ്ലൈ ചെയ്യരുത്, ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ഞാൻ ഇപ്പുറത്തെ കണ്ണിലും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലോസി ആയിട്ടിരിക്കുന്ന ഐലൈനറൊക്കെ ആണെങ്കിൽ ആ ഒരു ഐലൈനർ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അങ്ങനെ കാണിക്കാതിരിക്കാനും നമ്മുടെ ഹൈ ഷെയ്ഡ്സ് ഡബിൾ ഷെയ്ഡ് കൊടുത്തതുകൊണ്ട് അതൊന്ന് എടുത്ത് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ലൈനറിൻ്റെ മുകളിലൂടെ ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഐ പെൻസിൽ വെച്ചിട്ട് താഴെയും കൂടെ എഴുതി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഐലൈനർ വന്നിട്ട് കുറച്ചൊന്ന് ഡിമ്മായി കിട്ടിയിട്ടുണ്ട്. പിന്നെ താഴെ ഐ പെൻസിൽ വെച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിരിക്കുകയാണ്. ലൈറ്റ് ഒരു സിൽവർ ഷെയ്ഡ് പോലെ ഇരിക്കുന്ന ഒരു ഷെയ്ഡാണ്. കുറച്ച് ഒന്ന് ഷൈനിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഞാനത് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഐലൈനറിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐലൈനറിൻ്റെ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു മിഡിൽ പോർഷൻ മുതലാണ് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എനിക്ക് ഐസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം ഷൈനിങ് ഉള്ള ഈ ഒരു ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ് വന്നിട്ട് ലാസ്റ്റ് എടുത്തിരിക്കുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇതും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഇത് വന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ഹൈലൈറ്റായി കിട്ടും. പിന്നെ അതേപോലെ തന്നെ ആ ഒരു സിൽവർ ഷെയ്ഡ് വന്നിട്ട് കണ്ണിൻ്റെ ഇന്നർ കോർണറിലും കൂടെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നർ കോർണറിൻ്റെ അവിടെ നിന്ന് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഇത്തിരി മാത്രമേ ആ ഒരു ഷെയ്ഡൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് വന്നിട്ട്. നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മേക്കപ്പിലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക്. പിന്നെ ലാസ്റ്റ് ഞാനൊരു ഫൗണ്ടേഷനും അതേപോലെ തന്നെ ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടേ.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.